രാവിലെ 9 മണിക്ക് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ഇറങ്ങാൻ നേരത്ത് കാല് വയ്യാത്തോട്ട് ഷൂ ഇടാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പേടായിരുന്നു. ഈ ഒരു കോലും കൊണ്ട് ഇങ്ങനെ തട്ടിയാൽ പെട്ടെന്ന് ഷൂ അകത്തോട്ടം കയറി പോന്നോളും കേട്ടോ. അങ്ങനെ ചെന്തമാടെ കുറച്ച് നേരം കിടക്കാമെന്നും പറഞ്ഞ് മൂടി പോച്ച് കിടന്നതാണ്. പക്ഷെ ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നേ. അങ്ങനെ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് കേട്ടോ ഒന്നുകൂടെ അങ്ങ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഇവൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫേസിൽ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരും. ഇതിൽ ഷിയാ ബട്ടറും ഹൈലറോണിക് ആസിഡും ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം, അതായത് ഒരു ദിവസം ഫുള്ള് നമുക്കിങ്ങനെ നല്ല ഹൈഡ്രേഷനായിട്ട് നല്ല കംഫർട്ടായിട്ട് നിന്നോളും കേട്ടോ. ഇട്ട് കഴിയുമ്പോഴേ തന്നെ ഫേസിൽ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അടുത്തത് തന്നെ ഫേസസ് കാനഡയുടെ ഹൈഡ്രാമൈറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ സ്ട്രോപ്പ് ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഗുളു ആക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫേസിലെല്ലാം ഇട്ട് കൊടുക്കണം. ഇതിൽ ഫൗണ്ടേഷനും SPF 30 മോയ്സ്ചറൈസറും ഉണ്ട് കേട്ടോ. അതായത് ഒരു പടിക്ക് 3 പക്ഷി എന്ന് പറയാം. ബിൽഡബിൾ കവറേജ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പുട്ടിയടിച്ച കൂടെ ഒന്നും ഇരിക്കത്തില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. നല്ല പോലെ ബ്ലെൻഡ് ആവും ചെയ്യും. പിന്നെ ഇതും 24 മണിക്കൂർ നല്ല ഹൈഡ്രേഷനായിട്ട് സെറ്റായിട്ട് ഫേസിൽ ഇരുന്നോളും കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വന്ന ഒരു ഗ്ലോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഫേസസ് കാനഡയുടെ കംഫി വൗ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷെയ്ഡ് കാരമൽ സ്വാൾ എന്നാണ് കേട്ടോ പേര്. നല്ല അടിപൊളി ബട്ടറായിട്ട് ഇതുപോലെ മാറ്റ് ഫിനിഷ് തന്നോളും. ഫുഡ് പ്രൂഫാണ്, ക്രാക്ക് പ്രൂഫാണ്, സ്മൂത്തായിട്ട് ചുണ്ടിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യും. നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ. ഞാൻ കയ്യിലൂടെ കാണിച്ചു തരാം. നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെത്. അപ്പം ഞാൻ അത് തന്നെ കുറച്ച് ബ്ലഷായിട്ടും കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫേസ്. നല്ല രസമായിട്ട് ഭംഗിയായിട്ട് ഇരിക്കുകയായിരുന്നു. പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം. അത് മാത്രമല്ല ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ ഓടി ഇവൻറ്റിനൊക്കെ പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.